നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ചരിത്രത്തിലെ ഹിസ്റ്ററിയിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ചോള നാട്ടിൽ നിന്നും ഡൽഹിയിലേക്കാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് പണ്ടത്തെ ഒരു എഴുത്തോലിയിൽ എഴുതിയിട്ടുള്ള കുറച്ച് വാക്കാണ്. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ 2ാം നിലയിലെ തെക്കേ ഭിത്തിയിൽ കാണപ്പെട്ട രാജരാജ ചോളന്റെ ലിഖിതത്തിലെ ഏതാനും ഭാഗങ്ങളാണ് മുകളിൽ തന്നിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. രാജാവിന്റെ പേരിലുള്ള മരക്കാലുകൊണ്ട് അളവ് പാത്രം അളന്ന് നെല്ലായും സ്വർണമായും കാശായും നികുതി അടയ്ക്കേണ്ടതാണ്. കടുവായി പ്രദേശത്തിന്റെ ഭാഗമായ ഇങ്കനാട്ടിലെ പാലയൂർ ഗ്രാമത്തിൽ അളന്നതു പ്രകാരം ഇത്രയും സ്ഥലത്ത് ജൈനക്ഷേത്രവും ജൈന ഗുരുക്കന്മാരുടെ സമൂഹവും ഉൾപ്പെടുന്നു. 12,530 കലവും 2 തൂണിയും 1 കുറുണിയും ധാന്യം അളക്കാനുള്ള അളവിന്റെ പേരുകളാണ് ഇതെല്ലാം. തൂണിയും കുറുണിയും കേട്ടോ. 1 നാഴിയും അളവിൽ നെല്ലാണ് ഇവിടെ നിന്നും ലഭിക്കേണ്ടത്. ഇത് അളക്കേണ്ടത് രാജകേസരിയായ ആദവല്ലന്റെ രാജരാജ ചോളൻ പേരിൽ വിളിക്കപ്പെടുന്ന മരക്കാൽ കൊണ്ടാണ്. CE 9ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന ചോളന്മാരുടെ രാജ്യത്തെക്കുറിച്ചാണ് ഈ ലിഖിതത്തിൽ വിവരിച്ചിരിക്കുന്നത്. ചോള രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ് ഇതിൽ പരാമർശിക്കുന്നത്. എന്തെല്ലാം വിവരങ്ങളാണ് ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്? ചുറ്റുമുള്ള ചോളമണ്ഡലമായിരുന്നു അവരുടെ ആസ്ഥാനം. നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ നോക്കൂട്ടോ. ഇനി അതെന്തായാലും വരുന്നുണ്ട്. അക്കാലത്ത് ദക്ഷിണേന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ചോള രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു. സാമൂഹിക സാമ്പത്തിക രംഗത്ത് സ്ഥിരത കൈവരിക്കാൻ ഇത് സഹായകമായി. കാണുന്നില്ലേ, ദക്ഷിണേന്ത്യയിലെ ചോള രാജ്യം ഭരിച്ചിരുന്ന കാഞ്ചീപുരം, ഗംഗൈക്കൊണ്ട, ചോളപുരം, കാവേരി, നാഗപട്ടണം, മധുര, അതൊക്കെ നമ്മുടെ ചോള രാജാക്കന്മാർ ഭരിച്ചിരുന്ന പ്രദേശങ്ങളാണ്. ചോള രാജ്യത്തിന്റെ സമ്പദ് സമൃദ്ധിക്ക് ഏറ്റവും സഹായകമായ നദി ഏതായിരുന്നു എന്ന് ഭൂപടത്തിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ മനസ്സിലായില്ലേ? അത് കാവേരിയാണ് കേട്ടോ. നമ്മൾ കണ്ടെത്തിയതുപോലെ കാവേരി നദിയുടെ താഴ്വരത്താണ് ചോള രാജ്യം സ്ഥിതി ചെയ്തിരുന്നത്. അതിനാൽ തന്നെ ആ പ്രദേശം വിഭവസമൃദ്ധമായിരുന്നു. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായതിനാൽ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിലാണ് താമസിച്ചിരുന്നത്. അവിടെ അവർ ഭക്ഷ്യധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പയർവർഗ്ഗങ്ങൾ, കരിമ്പ്, വെറ്റില, അടയ്ക്ക, ഇഞ്ചി, മഞ്ഞൾ, വിവിധ തരം പൂക്കൾ എന്നിവ കൃഷി ചെയ്തു. കൃഷിക്ക് ജലസേചനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഭരണാധികാരികൾ വ്യത്യസ്തങ്ങളായ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി. അവയിൽ കുളങ്ങൾ, ജലസംഭരണികൾ, കനാലുകൾ, കിണറുകൾ എന്നിവ ഉൾപ്പെടുന്നു. ഇതിനു പുറമെ നദിക്ക് കുറുകെ തടയണ കെട്ടി വെള്ളം തടഞ്ഞ ശേഷം ആ ജലസംഭരണിയിൽ നിന്നും ചാലുകൾ കീറി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു. പ്രകൃതിദത്തമായ അരുവികൾ ഇല്ലാത്തിടത്ത് ഭീമാകാരങ്ങളായ കുളങ്ങൾ കെട്ടി അവയിൽ മഴക്കാലത്ത് വെള്ളം സംഭരിച്ചു. വെള്ളം വറ്റിപ്പോകാതെ സംരക്ഷിക്കപ്പെട്ട ഇത്തരം സംഭരണികൾ ഏരിപ്പെട്ടി എന്നറിയപ്പെട്ടു. മാത്രമല്ല, കൃഷിയുടെ പുരോഗതിക്കായി കർഷകർക്ക് നികുതി ഇളവുകൾ നൽകുകയും തരിച്ചു കിടന്ന ഭൂമി കൃഷിക്ക് ഉപയുക്തമാക്കാൻ പ്രോത്സാഹനം നൽകുകയും ചെയ്തു. ക്ഷേത്രങ്ങൾക്കും ബ്രാഹ്മണർക്കും ഭൂമിദാനം നൽകിയതിലൂടെയും കൂടുതൽ പ്രദേശത്ത് കൃഷി വ്യാപിപ്പിക്കാൻ സാധിച്ചു. എന്നാൽ ഇത്തരം ഭൂമികളിൽ കൃഷിപ്പണി ചെയ്ത് അടിമ സമാനമായ ജീവിതം നയിച്ച കർഷക തൊഴിലാളികളായിരുന്നു. കാർഷിക പുരോഗതിയിലൂടെ കൈവരിക്കുന്ന മിച്ചോൽപാദനം വാണിജ്യത്തിന് വഴിതെളിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. ചോള രാജ്യത്തിലും ആഭ്യന്തര വാണിജ്യവും വിദൂര കടൽ വാണിജ്യവും വികാസം പ്രാപിച്ചിരുന്നതായി അക്കാലത്തെ ലിഖിതങ്ങൾ തെളിവ് നൽകുന്നു. പ്രാദേശിക കമ്പോളങ്ങളിൽ നിരവധി ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചിരുന്നു. നെയ്ത്ത് ഒരു പ്രധാന വ്യവസായമായിരുന്നു. നെയ്ത്തുകാരുടെ സംഘങ്ങൾ അക്കാലത്ത് നിലനിന്നിരുന്നു. മെച്ചപ്പെട്ട തുണിത്തരങ്ങൾ ഉത്തരേന്ത്യയിലേക്കും മറ്റു കയറ്റുമതി ചെയ്തിരുന്നു. കരിമ്പും ഒരു പ്രധാനപ്പെട്ട വാണിജ്യ ഉൽപ്പന്നമായിരുന്നു. കൃഷിക്ക് പുറമെ ലോഹപ്പണിയും വികാസം പ്രാപിച്ചിരുന്നു. ക്ഷേത്രങ്ങളിൽ കാണപ്പെട്ടിരുന്ന വിഗ്രഹങ്ങളും പാത്രങ്ങളും ഇതിന് തെളിവാണ്. സ്വർണം, വെള്ളി എന്നിവ കൊണ്ടുള്ള ആഭരണ നിർമ്മാണവും ഇരുമ്പുപകരണങ്ങളും നിർമ്മാണവും പുരോഗതി പ്രാപിച്ചിരുന്നു. സമുദ്രതീരത്തു നിന്നും മുത്തും പവിഴവും ശേഖരിച്ച് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. കംബോഡിയയിൽ നിന്നുള്ള ഒരു കച്ചവട ദൗത്യ സംഘം 11ാം നൂറ്റാണ്ടിൽ ചോളരാജ്യം സന്ദർശിച്ചിരുന്നു. നാഗപട്ടണം, മഹാബലിപുരം, കാവേരി, പൂപട്ടണം, ഷാലിയൂർ, കോർക്കൈ എന്നിവ അക്കാലത്തെ പ്രധാന തീരദേശ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു. ഇന്നത്തെ വിശാഖപട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുലോത്തുംഗ ചോള പട്ടണം എന്നാണ് അറിയപ്പെടുന്നത്.
ചോള രാജ്യത്തെ ഭരണാധികാരിയായിരുന്നു കുലോത്തുംഗ ചോളൻ. നഗരത്താർ, മണിഗ്രാമം തുടങ്ങിയ സമ്പദ് സമൃദ്ധമായ കച്ചവട സംഘങ്ങൾ, ശക്തമായ വ്യാപാരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് തമിഴകത്തിന്റെ നെല്ലറ നോക്കാം. തമിഴ്നാടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഒരു പ്രദേശമാണ് തഞ്ചാവൂര്. നദികളുടെയും കനാലുകളുടെയും സാന്നിധ്യം ഈ പ്രദേശത്തെ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റി. നെൽപ്പാടങ്ങളും തെങ്ങ്, വാഴ, പ്ലാവ് എന്നിവയുടെ തോട്ടങ്ങളും ധാരാളമുള്ള ഇവിടമായിരുന്നു തമിഴ്നാടിന്റെ നെല്ലറ. അപ്പൊ തമിഴ്നാടിന്റെ നെല്ലറ ഏതാണ്? തഞ്ചാവൂരാണ് കേട്ടോ, തഞ്ചാവൂരാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് പോകാം. കാണുന്നില്ലേ നമ്മുടെ ചോള പ്രദേശം, ചോള സ്വാധീനമുള്ള രാജ്യങ്ങളെ കാണുന്നില്ലേ? മലേഷ്യ, തായ്ലാന്റ്, ഇന്തോനേഷ്യ, മ്യാൻമാർ, പാല, വംഗദേശം, കലിംഗ, അതൊക്കെയാണ് കേട്ടോ. ഇനി നമ്മൾ ചോളന്മാരുടെ തലസ്ഥാനമായിരുന്ന തഞ്ചാവൂരിൽ സ്ഥിതി ചെയ്യുന്ന ലോക പ്രശസ്തമായ ക്ഷേത്രമാണ് നമ്മുടെ ബൃഹദീശ്വര ക്ഷേത്രം കേട്ടോ. അതെപ്പോഴാണ്? അത് രാജരാജ ചോളന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ബൃഹദീശ്വര ക്ഷേത്രമാണത്. അദ്ദേഹത്തിന്റെ പിൻഗാമിയായ രാജേന്ദ്ര ചോളൻ. അപ്പൊ രാജരാജ ചോളന്റെ പിൻഗാമി ആരാണ്? രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ കാലത്താണ് ഗംഗൈകൊണ്ട ചോളപുരത്തെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. അക്കാലത്തെ ക്ഷേത്രങ്ങളും അതിസമ്പന്നമായിരുന്നു. സമ്പന്നമായ ഖജനാവാണ് ക്ഷേത്ര നിർമ്മാണത്തിന് രാജാക്കന്മാർക്ക് പ്രചോദനമായത്. ദാനമായി ലഭിച്ച ഭൂമിയിൽ നിന്നുള്ള വരുമാനം, ഗ്രാമസഭകളിൽ നിന്നുള്ള സംഭാവനകൾ, നികുതി പിരിക്കാൻ അവകാശമുള്ള ഭൂമിയിൽ നിന്നും പിരിക്കുന്ന നികുതികൾ, ഭക്തരുടെ സംഭാവനകൾ, ഗ്രാമങ്ങളിലെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനം എന്ന രീതിയിൽ ലഭിക്കുന്ന സമ്പത്ത് തുടങ്ങിയവയായിരുന്നു ക്ഷേത്രങ്ങളുടെ വരുമാന മാർഗങ്ങൾ. ക്ഷേത്രങ്ങളോട് ചേർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എന്നിവയും പ്രവർത്തിച്ചിരുന്നു. ക്ഷേത്രങ്ങളുടെ നിർമ്മാണം, അവയുടെ പരിപാലനം എന്നിവയുമായി ബന്ധപ്പെട്ട് നിരവധി പേർക്ക് തൊഴിൽ ലഭിച്ചിരുന്നു. കൈത്തൊഴിലുകാരും കരകൗശല വിദഗ്ധരും ഉപജീവനത്തിനായി ക്ഷേത്രങ്ങളെ ആശ്രയിച്ചിരുന്നു. എന്താണ് ബൃഹദീശ്വര ക്ഷേത്രം? നമുക്ക് നോക്കാം. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സുപ്രധാന ചരിത്ര സ്മാരകമാണ് ബൃഹദീശ്വര ക്ഷേത്രം അഥവാ രാജരാജേശ്വര ക്ഷേത്രം. തഞ്ചൈ പെരിയ കോവിൽ എന്നും ഇതറിയപ്പെടുന്നു. ശിവഗംഗ കോട്ടയാൽ ചുറ്റപ്പെട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊത്തുപണികളുള്ള 2 വലിയ ഗോപുരങ്ങളാണ് ഇതിന്റെ പ്രവേശന കവാടങ്ങൾ. പ്രതിഷ്ഠയുടെ മുകളിലുള്ള കമാനത്തിന് 13 നിലകളാണുള്ളത്. യുനെസ്കോ ഈ ക്ഷേത്രത്തെ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ബൃഹദീശ്വര ക്ഷേത്രം യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയുമായും മറ്റു ചോളന്മാർ വാണിജ്യബന്ധം നിലനിർത്തിയിരുന്നതായി മനസ്സിലാക്കിയല്ലോ. ശ്രീലങ്കയിൽ വാണിജ്യബന്ധം മാത്രമല്ല, അവർ ആധിപത്യവും സ്ഥാപിച്ചിരുന്നു. ചോളന്മാരുടെ ലിഖിതങ്ങളും മഹാവംശം, ചൂളവംശം തുടങ്ങിയ ശ്രീലങ്കൻ കൃതികളും ഇത് ശരിവെക്കുന്നു. തെക്കുകിഴക്കേഷ്യയുമായി ദക്ഷിണേന്ത്യക്ക് ഉണ്ടായിരുന്ന ബന്ധവും സൗഹൃദവും ഏറ്റവും ശക്തമായതും ചോള ഭരണകാലത്തായിരുന്നു. സുമാത്ര, ജാവ, മലേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ചോളനാട്ടിൽ നിന്നും കച്ചവടക്കാർ മാത്രമല്ല, ബൗദ്ധ, ഹൈന്ദവ സന്യാസിമാരും പണ്ഡിതരും ധാരാളമായി യാത്ര ചെയ്തിരുന്നു. ഈ യാത്രകൾ ചോള രാജ്യത്തെ ഭാഷ, മതം, ആശയങ്ങൾ, വാസ്തുശില്പകല എന്നിവ ആ നാടുകളിലേക്ക് വ്യാപിപ്പിക്കാൻ കാരണമായി. ചോള തടാകം നമുക്ക് നോക്കാം. ബംഗാൾ ഉൾക്കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ചോളന്മാർ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ചോളന്മാരുടെ നാവികപ്പടയുടെ ആധിപത്യവും ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്നു. അതിനാൽ ബംഗാൾ ഉൾക്കടലിനെ ചോള തടാകം എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഗംഗൈകൊണ്ട ചോളപുരം തമിഴ്നാട്ടിലെ കുംഭകോണത്തിന് 36 കിലോമീറ്റർ വടക്കായാണ് ഗംഗൈകൊണ്ട ചോളപുരം എന്ന ചോളന്മാരുടെ പിൽക്കാല തലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. രാജേന്ദ്ര ചോളനാണ് തലസ്ഥാനം തഞ്ചാവൂരിൽ നിന്നും ഇവിടേക്ക് മാറ്റിയത്. ഗംഗാനദി കടന്ന് ഉത്തരേന്ത്യയിലേക്ക് അദ്ദേഹം നടത്തിയ പടയോട്ടത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ പട്ടണവും ഇവിടത്തെ ക്ഷേത്രവും നിർമ്മിച്ചത്. എവിടെയാണ്? ഗംഗൈകൊണ്ട ചോളപുരം കേട്ടോ. അത് കുംഭകോണത്തിന് 36 കിലോമീറ്റർ വടക്കായിട്ടാണ് ഈ ഗംഗൈകൊണ്ട ചോളപുരം എന്ന് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാക്കണം കേട്ടോ. തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിൽ കുംഭകോണമാണ്. ഇനി ചോള ഭരണം നമുക്ക് നോക്കാം. ചോള രാജ്യത്തെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെ നമ്മൾ പരിചയപ്പെട്ടല്ലോ. രാജാവിനെ ഭരണത്തിൽ സഹായിക്കാൻ മന്ത്രിമാരുടെ ഒരു സമിതി ഉണ്ടായിരുന്നു. നാവികപ്പടയടക്കമുള്ള ശക്തമായ ഒരു സൈന്യം ചോളന്മാർക്കുണ്ടായിരുന്നതായി 13-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച വെനീഷ്യൻ സഞ്ചാരിയായ മാർക്കോ പോളോ അഭിപ്രായപ്പെടുന്നുണ്ട്. രാജ്യത്തെ ഭരണ സൗകര്യത്തിനായി മണ്ഡലങ്ങൾ, വളനാട്, നാട് എന്നിങ്ങനെ തിരിച്ചിരുന്നു. കച്ചവടത്തിന്റെ പുരോഗതിക്കും സൈന്യത്തിന്റെ സഞ്ചാരത്തിനുമായി ഭരണാധികാരികൾ നിരവധി പാതകൾ നിർമ്മിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ വനങ്ങൾ, ഖനികൾ, ഉപ്പ് എന്നിവയുടെ മേൽ നികുതി ചുമത്തി. കച്ചവട നികുതിയും തൊഴിൽ കരവും പിരിച്ചിരുന്നു. വെറ്റി എന്ന പേരിൽ അറിയപ്പെട്ട വേതനമില്ലാത്ത അധ്വാനത്തെയും
നികുതിക്ക് തുല്യമായി കണക്കാക്കിയിരുന്നു. എന്താണ്? വെറ്റിയാണ് കേട്ടോ. വേതനമില്ലാതെ അധ്വാനമാണ് വെറ്റിപ്പണി. ചോളന്മാരുടെ ഗ്രാമ സ്വയംഭരണത്തെക്കുറിച്ച് അക്കാലത്തെ നിരവധി ലിഖിതങ്ങൾ തെളിവ് നൽകുന്നുണ്ട്. ഉത്തരമേരൂർ ലിഖിതമാണ് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഊര്, സഭ എന്നീ പേരുകളുള്ള 2 സഭകൾ അക്കാലത്ത് നിലനിന്നിരുന്നു. ഇവയ്ക്ക് സ്വയംഭരണ അധികാരങ്ങൾ ഉണ്ടായിരുന്നു. ചോള ഗ്രാമ സ്വയംഭരണം നോക്കൂ. ഊര്, സഭ, ജനങ്ങളുടെ പൊതുസഭ, ബ്രാഹ്മണ ഗ്രാമങ്ങളിലെ മുതിർന്നവരുടെ സഭ, കുളങ്ങൾ, കിണറുകൾ, റോഡുകൾ തുടങ്ങിയവയുടെ പരിപാലന ചുമതല പ്രാദേശിക ഭരണകൂടങ്ങൾക്കായിരുന്നു. എന്നാൽ നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നാടുവാഴിത്ത വ്യവസ്ഥയുടെ വളർച്ച ഈ സഭകളുടെ പ്രവർത്തനത്തെ പരിമിതപ്പെടുത്തിയെന്ന്. ചോളരാജ്യത്തെ സമൂഹം ഒരു സമത്വാധിഷ്ഠിത സമൂഹമായിരുന്നില്ല. ജാതി വ്യവസ്ഥയും നിരവധി ഉച്ചനീചത്വങ്ങളും നിലനിന്നിരുന്നു. ബ്രാഹ്മണരായിരുന്നു സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വിഭാഗം. സ്വന്തമായി കൃഷിഭൂമിയില്ലാത്ത കർഷക തൊഴിലാളികളും അടിമവേല ചെയ്യുന്നവരും നിരവധിയുണ്ടായിരുന്നു. ഇനി ചാലൂക്യർ നമുക്ക് എന്താണ് നോക്കാം. ചാലൂക്യർ കർണാടകത്തിലെ ബാദാമിയിലെ അഥവാ ബദാമി പാറ വെട്ടിയെടുത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിന്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. CE 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ദക്ഷിണേന്ത്യയിലും ഡെക്കാണിലുമായി ഭരണം നടത്തിയിരുന്ന ചാലൂക്യരാണ് ഇത് നിർമ്മിച്ചത്. ജൈന, ശൈവ, വൈഷ്ണവ പ്രതിഷ്ഠകളാണ് ഇത്തരം ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിൽ ചാലൂക്യർ നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ആദ്യഘട്ടത്തിൽ അവർ പാറക്കല്ല് വെട്ടിയെടുത്തുള്ള ഗുഹാക്ഷേത്രങ്ങളാണ് നിർമ്മിച്ചതെങ്കിൽ പിന്നീട് ഘടനാക്ഷേത്രങ്ങളായിരുന്നു നിർമ്മിച്ചത്. കർണാടകത്തിലെ ഐഹോളിലെ മെഗുട്ടി ജൈനക്ഷേത്രം, പട്ടണക്കലിലെ വിരൂപാക്ഷ ക്ഷേത്രം എന്നിവ ചാലൂക്യരുടെ ഘടനാക്ഷേത്രങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ക്ഷേത്രങ്ങളിൽ അവയുടെ മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന തൂണുകളിൽ കൊത്തുപണികളും കാണാവുന്നതാണ്. ചാലൂക്യരുടെ ക്ഷേത്രങ്ങൾ ഗുപ്ത ശൈലിയിൽ നിന്ന് രൂപപ്പെട്ട് വന്നതാണെങ്കിലും ദക്ഷിണേന്ത്യയിലെ പ്രാദേശിക പാരമ്പര്യ ശൈലിയായ ദ്രാവിഡ ശൈലിയാണ് അവയിൽ പ്രതിഫലിച്ചത്. പാറക്കല്ലുകൊണ്ടുള്ള നിർമ്മിതിയായിരുന്നു ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയുടെ മുഖ്യ സവിശേഷത. സഹ്യപർവ്വതത്തിൽ നിന്നും ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും യഥേഷ്ടം പാറ ലഭിച്ചു. പ്രകൃതിദത്തമായ പാറ കൊണ്ട് സമർത്ഥരായ ശില്പികൾ മനോഹരങ്ങളായ ക്ഷേത്രങ്ങൾ കൊത്തിയെടുത്തു. ഇത്രയും ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ചാലൂക്യ രാജ്യന്മാർക്ക് സാധിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയോ? അതാണ് വിഭവങ്ങൾ, തൊഴിലാളികൾ, സമ്പത്ത് എന്നിവ എങ്ങനെയെല്ലാമായിരിക്കാം ഇവർ സമാഹരിച്ചിട്ടുണ്ടാവുക. ക്ഷേത്രങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ പാറക്കല്ലുകൾ ലഭ്യമായതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഫലപുഷ്ടമായ ഡെക്കാൻ പ്രദേശത്തെ കൃഷിയിൽ നിന്നാണ് അവർ സമ്പത്ത് സ്വരൂപിച്ചത്. കൃഷ്ണ, ഗോദാവരി നദീ തടയങ്ങളിലെ കൃഷിയിലൂടെ അവർ മിച്ചോൽപാദനം നടത്തി. മിച്ചോൽപാദനം പുറത്തുനിന്നും തൊഴിലാളികളെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കാൻ സാഹചര്യമൊരുക്കി. മുൻ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട ചോളന്മാരുടേതുപോലെ ഒരു കേന്ദ്രീകൃത രാജവാഴ്ച ഇവിടെ ഉണ്ടായിരുന്നില്ല. മറിച്ച് ക്ഷേത്രങ്ങൾ ബ്രഹ്മദേയ ഭൂമിയുടെ ഉടമകളായ ബ്രാഹ്മണർ, സാമന്തന്മാർ എന്നിവരാൽ നിയന്ത്രിതമായ ഒരു രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. അതിനാൽ തന്നെ അധികാര കേന്ദ്രങ്ങൾ മാറി വന്നുകൊണ്ടിരുന്നു. വാതാപി, വെങ്കി, കല്യാണി എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ചാലൂക്യർ CE 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ഭരണം നടത്തിയിരുന്നത്. ചാലൂക്യ സാമ്രാജ്യം കാണുന്നില്ല എവിടെയൊക്കെയാണ്? നമ്മുടെ കർണാടകയിലുണ്ട്, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിന്റെ ചില ഭാഗങ്ങളിലുണ്ട്, പിന്നെ അതുപോലെ തന്നെ മഹാരാഷ്ട്ര, പിന്നെ മധ്യപ്രദേശിന്റെ ഭാഗം, ഗുജറാത്തിന്റെ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. കേന്ദ്രീകൃതമായ നികുതി സമ്പ്രദായവും സംഘടിതമായ ഉദ്യോഗസ്ഥ വൃന്ദവും ഉണ്ടായിരുന്നെങ്കിലും സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായ പ്രഭുക്കന്മാരെ കേന്ദ്രീകരിച്ചാണ് ഭരണം നിലനിന്നിരുന്നത്. സ്ഥിരമായ ഒരു സൈന്യവും നിലവിലില്ലായിരുന്നു. ചോളന്മാരുടേതുപോലെ രാജാവിനെ ഭരണത്തിൽ സഹായിക്കാൻ മന്ത്രിസഭയും ഉണ്ടായിരുന്നില്ല. രാജകുടുംബാംഗങ്ങൾ തന്നെയാണ് അധികാരം വിനിയോഗിച്ചിരുന്നത്. പുലികേശി രണ്ടാമനായിരുന്നു ശ്രദ്ധേയനായ ചാലൂക്യ ഭരണാധികാരി. ഇനി ത്രികക്ഷികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്തത് നോക്കാൻ പോകുന്നത് ത്രികക്ഷികളാണ്. CE 5-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബുദ്ധമത പഠന കേന്ദ്രമായിരുന്നു നളന്ദയുടെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ബുദ്ധമത പഠന കേന്ദ്രമാണ് നളന്ദ. ചൈനീസ് സഞ്ചാരിയായിരുന്ന ഹുയാൻസാങ് അടക്കം നിരവധി പേർ സന്ദർശിക്കുകയും പഠനം നടത്തുകയും ചെയ്തു. ഈ വിശ്വവിജ്ഞാന കേന്ദ്രം പിൽക്കാലത്ത് തകർച്ചയെ നേരിട്ടു. എന്നാൽ നളന്ദ സർവകലാശാലയെ പുനരുദ്ധരിച്ച ഭരണാധികാരികളിൽ പ്രധാനിയായിരുന്നു പാല രാജാവായ ധർമ്മപാലൻ. നളന്ദയുടെ ചെലവിലേക്കായി അദ്ദേഹം 200 ഗ്രാമങ്ങൾ ദാനം നൽകി. മാത്രമല്ല മഗധയിൽ ഗംഗാനദിയുടെ തീരത്ത് കുന്നിൻ മുകളിലായി വിജ്ഞാനത്തിന്റെ വളർച്ചയ്ക്കായി വിക്രമശില സർവകലാശാല സ്ഥാപിച്ചതും അദ്ദേഹമായിരുന്നു. CE 8-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ കിഴക്കേ ഇന്ത്യ,
അതായത് ബംഗാൾ കേന്ദ്രമാക്കി ഭരിച്ച പാലന്മാർ നിരവധി ബുദ്ധവിഹാരങ്ങൾ നിർമ്മിച്ചു. അയൽനാടായ ടിബറ്റുമായി അവർ ബന്ധം സ്ഥാപിച്ചു. തൽഫലമായി ടിബറ്റിൽ നിന്നും നിരവധി ബുദ്ധമതാനുയായികൾ പഠനത്തിനായി നളന്ദയിലേക്കും വിക്രമശിലയിലേക്കും വന്നിരുന്നു. അറേബ്യയിലെ ഖലീഫമായും തെക്കുകിഴക്കേഷ്യയുമായും പാലന്മാർ ബന്ധം പുലർത്തി. ഈ പ്രദേശങ്ങളുമായുള്ള വ്യാപാരത്തിലൂടെ പാലരാഷ്ട്രത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. മാത്രമല്ല മലയ, ജാവ, സുമാത്ര എന്നീ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ശൈലേന്ദ്ര രാജാക്കന്മാർ പാലന്മാരുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളെ അയച്ചിരുന്നു. പാലന്മാരുടെ അതേ കാലഘട്ടത്തിൽ CE 8-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ ഉത്തരേന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശം ഭരിച്ചവരായിരുന്നു പ്രതിഹാരന്മാർ. 10-ാം നൂറ്റാണ്ടിന്റെ ആദ്യം ഗുജറാത്ത് സന്ദർശിച്ച ബാഗ്ദാദുകാരനായ അൽ മസൂദി പ്രതിഹാര രാജാക്കന്മാരുടെ നേട്ടങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. ഭോജനായിരുന്നു ശ്രദ്ധേയനായ പ്രതിഹാര ഭരണാധികാരി. കലയെയും സാഹിത്യത്തെയും പ്രതിഹാരർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. സംസ്കൃത ഭാഷയിലെ കവിയും നാടകകാരനും കാവ്യമീമാംസ, കർപ്പൂരമഞ്ജരി എന്നീ കൃതികളുടെ രചയിതാവുമായ രാജശേഖരൻ പ്രതിഹാരരുടെ കൊട്ടാരത്തിലാണ് ജീവിച്ചിരുന്നത്. ഇന്നത്തെ ഉത്തർപ്രദേശിലെ കനൌജിൽ അവർ മനോഹരങ്ങളായ നിരവധി ക്ഷേത്രങ്ങളും കെട്ടിടങ്ങളും നിർമ്മിച്ചു. 8-9 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിൽ നിലനിന്നുള്ള പണ്ഡിതരെ ബാഗ്ദാദിലെ ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് നയതന്ത്ര പ്രതിനിധികളായി അയച്ചിരുന്നു. അവർ ഇന്ത്യൻ ശാസ്ത്രവും ഗണിതശാസ്ത്രവും അറബി ലോകത്ത് പ്രചരിപ്പിച്ചു. സിന്ധിലെ അറബ് ഭരണാധികാരികളുമായി പ്രതിഹാരർ ശത്രുതയിലായിരുന്നുവെങ്കിലും ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റവും പണ്ഡിതരുടെ സഞ്ചാരവും യഥേഷ്ടം ഇന്ത്യക്കും പടിഞ്ഞാറൻ ഏഷ്യയ്ക്കും ഇടയിൽ എക്കാലത്തും നടന്നിരുന്നു. കർണാടകത്തിലെ ഗുൽബർഗ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാൽഗേദ് അതായത് മന്യഗേദ കോട്ടയുടെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ഷഹബാദ് ശില എന്ന് ഈ പ്രദേശങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ചുണ്ണാമ്പുകല്ല് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ നിന്നു തന്നെ വളരെ പൗരാണികമായ കോട്ടയാണിതെന്ന് മനസ്സിലായല്ലോ. CE 8-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ ഡെക്കാണിലും ദക്ഷിണേന്ത്യയിലും ആധിപത്യം സ്ഥാപിച്ചിരുന്ന രാഷ്ട്രകൂടരാണ് ഇത് നിർമ്മിച്ചത്. ഗോവിന്ദൻ III, അമോഘവർഷൻ തുടങ്ങിയവരായിരുന്നു ശ്രദ്ധേയരായ രാഷ്ട്രകൂട ഭരണാധികാരികൾ. അമോഘവർഷൻ കന്നഡ ഭാഷയിൽ രചിച്ച ശ്രദ്ധേയമായ കൃതിയാണ് കവിരാജമാർഗം. മതസഹിഷ്ണുത പുലർത്തിയിരുന്ന രാഷ്ട്രകൂട ഭരണാധികാരികൾ ശൈവ മതത്തോടും വൈഷ്ണവ മതത്തോടൊപ്പം ജൈന മതത്തെയും പ്രോത്സാഹിപ്പിച്ചു. മുസ്ലിം വ്യാപാരികൾക്ക് വ്യാപാരം നടത്താനും സ്ഥിരവാസത്തിനും വിശ്വാസം പ്രചരിപ്പിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ അവർ ഒരുക്കി. ഇത് വിദേശ വ്യാപാരത്തെ ശക്തിപ്പെടുത്തി. രാഷ്ട്രകൂടർ കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ചു. അവരുടെ കൊട്ടാരത്തിൽ സംസ്കൃത പണ്ഡിതന്മാർക്കു പുറമെ മറ്റ് ഭാഷകളിൽ എഴുതുന്ന സാഹിത്യകാരന്മാരും ജീവിച്ചിരുന്നു. എല്ലോറയിലെ കൽവെട്ട് ക്ഷേത്രം നിർമ്മിച്ചത് രാഷ്ട്രകൂടരായിരുന്നു. രാഷ്ട്രകൂടരുടെ ഭരണകാലത്ത് സമൂഹം ജാതി അധിഷ്ഠിതമായി കൂടുതൽ വിഭജിക്കപ്പെട്ടു. ചാതുർവർണ്ണത്തിനു പുറമെ പലതരം വിവേചനങ്ങൾക്കും ഐക്യത്തിനും വിധേയരായ സമൂഹങ്ങളും നിലനിന്നിരുന്നു. മരപ്പണിക്കാർ, ചെരുപ്പ് നിർമ്മാതാക്കൾ, മീൻപിടുത്തക്കാർ തുടങ്ങിയവർ ഇതിലുൾപ്പെടുന്നു. സമൂഹത്തിലെ ആധിപത്യ വിഭാഗങ്ങളായ ബ്രാഹ്മണരും ക്ഷത്രിയരും അവരുടെ പദവി നിലനിർത്തി. എന്നാൽ വാണിജ്യത്തിന്റെ തകർച്ചയും കൃഷിയുടെ പുരോഗതിയും വൈശ്യരുടെ പദവിക്ക് കോട്ടം വരുത്തുകയും ശൂദ്രരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്തു. സൈന്യത്തിൽ അംഗങ്ങളായതും ശൂദ്രരുടെ പദവി മെച്ചപ്പെടുന്നതിന് കാരണമായി. നമ്മൾ പരിചയപ്പെട്ട ഈ 3 രാഷ്ട്രങ്ങളും തമ്മിൽ നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും തങ്ങളുടെ ഭരണപ്രദേശങ്ങളിൽ അവർ സ്ഥായിയായ ഭരണം ഉറപ്പാക്കി. കൃഷിയോടൊപ്പം കലാ, സാഹിത്യം, ക്ഷേത്ര നിർമ്മാണം എന്നിവയെയും പ്രോത്സാഹിപ്പിച്ചു. ഡൽഹി സൽത്തനത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്ന പ്രാദേശിക രാജ്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. CE 13-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ ഇന്ത്യയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും ഡൽഹി കേന്ദ്രമാക്കിയുള്ള ഒരു ഭരണ സമ്പ്രദായത്തിന്റെ കീഴിലേക്ക് മാറി. അതിന്റെ പശ്ചാത്തലവും പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയുമായി അറബികൾക്ക് വാണിജ്യ സാംസ്കാരിക ബന്ധമുണ്ടായിരുന്നുവെന്ന് മുൻ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ CE 8-ാം നൂറ്റാണ്ടിന്റെ ആദ്യം അറബികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറേ സമുദ്രതീരത്തെ പ്രദേശമായിരുന്നു സിന്ധ് ആക്രമിച്ചു. ഇന്ത്യയുടെ സമ്പത്തും അറബികളുടെ കച്ചവട താല്പര്യവുമായിരുന്നു ഈ ആക്രമണത്തിന്റെ
പിന്നിലെ ലക്ഷ്യം അറബികളുടെ സിന്ധ് ആക്രമണം. CE 712 അറബികൾ സിന്ധ് ആക്രമിച്ചത്. ഉമയ്യാദ് ഖലീഫയുടെ സൈനിക മേധാവിയായിരുന്നു മുഹമ്മദ് ബിൻ ഖാസിമാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഖലീഫയ്ക്കും ഗവർണറായിരുന്ന അൽ ഹജ്ജാജിനും പാരിതോഷികങ്ങളുമായി സിലോണിൽ നിന്നും അറേബ്യയിലേക്ക് പോയ കപ്പൽ സിന്ധിന് സമീപം കടൽ കൊള്ളക്കാർ ആക്രമിച്ചതായിരുന്നു അറബികളുടെ സിന്ധ് ആക്രമണത്തിന്റെ പെട്ടെന്നുള്ള കാരണം. ഈ ആക്രമണത്തോടെ ഇന്ത്യയിലെ വിവിധ ഭരണാധികാരികളുടെ ദൗർബല്യം മറ്റ് രാജ്യങ്ങൾക്ക് ബോധ്യപ്പെട്ടു. തുടർന്ന് തുർക്കികളായ ഗസനിയിലെ മഹമ്മൂദും ഗോറിലെ മുഹമ്മദും 11-12 നൂറ്റാണ്ടുകളിൽ ഇന്ത്യയെ ആക്രമിച്ചു. മഹമ്മൂദ് 17 തവണ ഇന്ത്യയെ ആക്രമിച്ചതായി പറയപ്പെടുന്നു. ഇതിൽ നിന്നു തന്നെ ഇന്ത്യയുടെ വർദ്ധിച്ച സമ്പത്തിനോട് അവർക്കുണ്ടായിരുന്ന താല്പര്യം വെളിവാകുന്നുണ്ട്. ഈ ആക്രമണങ്ങൾ ക്രമേണ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള സുൽത്താൻ ഭരണത്തിന് ഡൽഹി സൽത്തനത്ത് വഴിയൊരുക്കി. ഉത്തരേന്ത്യയും മധ്യേന്ത്യയും ദക്ഷിണേന്ത്യയുടെ ചില ഭാഗങ്ങളും സുൽത്താൻ ഭരണത്തിൽ കീഴിലായിരുന്നു. CE 1206 മുതൽ 1526 വരെ നിലനിന്ന സുൽത്താൻ ഭരണത്തിന്റെ കാലത്ത് 5 രാജവംശങ്ങൾ അധികാരത്തിലിരുന്നു. അവ താഴെ പറയുന്നു: മംലൂക്ക്, ഖിൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി. മക്കത്തു സലോ എന്ന് പഠിച്ചാൽ മതി. മക്കത്തു സലോ. അപ്പൊ മംലൂക്ക്, ഖൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി. മംലൂക്ക്, മക്കത്തു സലോ. നമ്മള് മുസ്ലിങ്ങൾ എന്താ പറയാ, മക്കത്ത് പോയിട്ട് സലാം ചെയ്യണം എന്ന് പറയില്ലേ? അപ്പോ മക്കത്തു സലോ. അപ്പൊ നമുക്ക് കിട്ടി മംലൂക്ക്, ഖൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി കേട്ടോ. ഇനി അടുത്തത്, നിരവധി ഭരണപരിഷ്കാരങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കാലഘട്ടമായിരുന്നു ഇത്. അവയിൽ സുപ്രധാനമായിരുന്നു അലാവുദ്ദീൻ ഖൽജിയുടെ ഭരണകാലത്ത് നടപ്പിലാക്കിയ കമ്പോള നിയന്ത്രണം. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില പൊതുവെയും ഭക്ഷ്യസാധനങ്ങളുടെ വില പ്രത്യേകിച്ചും നിയന്ത്രിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. മംഗോളിയൻ ആക്രമണത്തെ തുടർന്ന് അലാവുദ്ദീൻ ശക്തമായ ഒരു സൈന്യത്തെ കെട്ടിപ്പടുക്കേണ്ടി വന്നു. വിശാലമായ ഒരു സൈന്യത്തിന് ശമ്പളമായി വലിയൊരു തുക നൽകേണ്ടി വരും എന്ന ആശങ്കയാണ് അദ്ദേഹത്തെ ഇത്തരം ഒരു പരിഷ്കാരത്തിന് പ്രേരിപ്പിച്ചത്. ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണെങ്കിൽ കുറഞ്ഞ തുക ശമ്പളമായി നൽകിയാൽ മതിയല്ലോ. ഇതിന്റെ ഭാഗമായി അദ്ദേഹം സംഭരണശാല സ്ഥാപിക്കുകയും ഉയർന്ന വില ഈടാക്കുന്നവർക്കും പൂഴ്ത്തിവയ്പ്പുകാർക്കും ശിക്ഷകൾ നൽകുകയും ചെയ്തു. ഇനി റസിയ സുൽത്താന. മംലൂക്ക് രാജവംശത്തിലെ ശ്രദ്ധേയനായ ഇൽത്തുമിഷിന്റെ മകളായിരുന്നു റസിയ. തന്റെ ആൺമക്കളൊന്നും തനിക്ക് ശേഷം സിംഹാസനത്തിലിരിക്കാൻ യോഗ്യരല്ല എന്ന് കരുതിയ ഇൽത്തുമിഷ് തന്റെ അനന്തരാവകാശിയായി നിർദ്ദേശിച്ചത് മകളെയായിരുന്നു. ഇറാനിലും ഈജിപ്തിലുമൊക്കെ സ്ത്രീകൾ ഭരണാധികാരികളായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും സിംഹാസനത്തിലേക്ക് ഒരു സ്ത്രീയെ നിർദ്ദേശിക്കപ്പെടുന്നത് അക്കാലത്തെ സുപ്രധാന മാറ്റം തന്നെയായിരുന്നു. അലാവുദ്ദീൻ ഖിൽജിയുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശം സൈനിക നീക്കങ്ങളാണ് അമ്പടയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടില്ലേ? ഇനി അടുത്തത്, സാമൂഹിക സാമ്പത്തിക ജീവിതം. ഇന്ത്യയിലെ ഫലപുഷ്ടമായ മണ്ണ് കൃഷിക്ക് ഏറെ അനുയോജ്യമായിരുന്നു എന്ന് 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച മൊറോക്കൻ സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത അഭിപ്രായപ്പെടുന്നുണ്ട്. വർഷത്തിൽ 2-3 തവണ കൃഷി ചെയ്തിരുന്നതായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനസംഖ്യയുടെ ഭൂരിഭാഗവും കർഷകരായിരുന്നു. എന്നാൽ തുടർച്ചയായ ക്ഷാമങ്ങളും യുദ്ധങ്ങളും കർഷകരെ ബുദ്ധിമുട്ടിലാക്കി. കരിമ്പ്, ഗോതമ്പ്, നീലം, പരുത്തി, എണ്ണക്കുരുക്കള്, പഴവർഗ്ഗങ്ങള്, പൂക്കള് എന്നിവ കൃഷി ചെയ്തിരുന്നു. ഇവ എണ്ണയാട്ടൽ, ശർക്കര ഉണ്ടാക്കൽ, നെയ്ത്തു തുണികളിൽ ചായം പിടിപ്പിക്കൽ തുടങ്ങിയ കൈത്തൊഴിലുകളുടെ പുരോഗതിക്ക് കാരണമായി. ജലാശയത്തിൽ നിന്നും കാലികളെ ഉപയോഗിച്ച് ചക്രം കറക്കി വെള്ളമെടുത്ത് ജലസേചനത്തിന് ഉപയോഗിക്കുന്ന രഹത്ത് ജലസേചന സമ്പ്രദായം നിലനിന്നിരുന്നു. കാർഷിക രംഗത്തെ വളർച്ചയ്ക്ക് പുറമെ ഭരണസ്ഥിരത, ഗതാഗത സംവിധാനങ്ങളുടെ പുരോഗതി, ടാങ്ക, വെള്ളം, ദിർഹം, ചെമ്പ് എന്നീ നാണയങ്ങളെ അടിസ്ഥാനമാക്കി രൂപപ്പെട്ട പണവ്യവസ്ഥ എന്നിവ വ്യാപാരത്തിന്റെ വളർച്ചയ്ക്ക് കാരണമായി. കയറ്റുമതിയും ഇറക്കുമതിയും ശക്തിപ്പെട്ടു. മിനുസപ്പട്ടുതുണി, സ്ഫടികം, കുതിരകള്, ചീനപാത്രങ്ങള്, ആനക്കൊമ്പ്, സുഗന്ധവ്യഞ്ജനങ്ങള് എന്നിവ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. ഇന്ത്യയിൽ കയറ്റുമതിയായിരുന്നു ഇറക്കുമതിയേക്കാൾ കൂടുതൽ. അതിനാൽ അക്കാലത്ത് സ്വർണവും വെള്ളിയും ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി. ഇക്ത സമ്പ്രദായം നമുക്ക് നോക്കാം. ഡൽഹിയിലെ സുൽത്താനായിരുന്ന ഇൽത്തുമിഷിന്റെ കാലത്താണ് ഇക്ത സമ്പ്രദായം നടപ്പിലാക്കിയത്. രാജ്യത്തെ ചെറുതും വലുതുമായ ഭൂപ്രദേശങ്ങളെ തിരിച്ച് അവയെ സൈനികർ, ഉദ്യോഗസ്ഥർ, പ്രഭുക്കന്മാർ എന്നിവർക്ക് വീതിച്ചു നൽകുന്ന ഭൂമിദാന സമ്പ്രദായമായിരുന്നു ഇത്. ദാനം നൽകുന്ന ഭൂപ്രദേശം ഇക്തകളാണ് എന്നറിയപ്പെടുന്നത്.
വ്യാപാരത്തിന്റെ വളർച്ച നഗരങ്ങളും നഗരജീവിതവും സദൃഢമാക്കുന്നതിന് കാരണമായി. ഡൽഹിയും ദൗലത്താബാദും അന്നത്തെ കിഴക്കൻ ലോകത്തെ വൻകിട നഗരങ്ങളായിരുന്നു. ബംഗാളും ഗുജറാത്തിലെ നഗരങ്ങളും തുണിത്തരങ്ങൾക്ക് പേരുകേട്ടവയായിരുന്നു. ലാഹോർ, മുൾട്ടാൻ, ലക്നൗ എന്നിവ തിരക്കേറിയ നഗരങ്ങളായിരുന്നു. ഇവിടങ്ങളിൽ നിലനിന്ന തുകൽപ്പണി, ലോഹപ്പണി, പരവതാനി നിർമ്മാണം, മരപ്പണി തുടങ്ങിയ കൈത്തൊഴിലുകൾക്ക് പുറമെ തുർക്കികൾ പേപ്പർ നിർമ്മാണവും ആരംഭിച്ചു. രാജ്യത്തെ ഭൂമി മുഴുവൻ ഇക്തകളായി തിരിച്ച് തുർക്കി പ്രഭുക്കന്മാർക്ക് വീതിച്ചു നൽകിയിരുന്നു. ഈ ഇക്തകളിൽ നിന്നുള്ള ഭൂനികുതി വിഹിതം പ്രഭുക്കന്മാർ പിരിച്ച് സുൽത്താന് നൽകി. നികുതി പണമായി പിരിച്ചത് ഒരു പണ സമ്പദ് വ്യവസ്ഥയുടെ ആവിർഭാവത്തിനും അതിലൂടെ വൻതോതിലുള്ള സാമ്പത്തിക പുരോഗതിക്കും വഴിതെളിച്ചു. ഇനി സുൽത്താൻ ഭരണകാലത്തെ സാമൂഹ്യ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. മധ്യകാല സമൂഹം നിരവധി അസമത്വങ്ങൾ നിറഞ്ഞതായിരുന്നു. സുൽത്താൻ മുഖ്യ പ്രഭുക്കന്മാർ, മുഗ്ധം എന്നറിയപ്പെട്ട ഗ്രാമത്തലവൻ, ചെറുകിട പ്രഭുക്കന്മാർ എന്നിവർ ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം നയിച്ചു. നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും ഭൂരിഭാഗം ജനങ്ങളും നിരവധി യാതനകൾ അനുഭവിച്ചിരുന്നു. ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായി നിലനിന്ന സാമൂഹ്യ ഘടനയ്ക്ക് അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. സ്ത്രീ പദവിക്ക് ചെറിയ മാറ്റം വന്നതായി ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. സ്ത്രീകളുടെ സ്വത്തിന്മേലുള്ള അവകാശത്തിലാണ് പുരോഗമനപരമായ ഈ മാറ്റം കാണാൻ കഴിയുന്നത്. എന്നാൽ ജാതി വ്യവസ്ഥ തദ്ദേശീയരും ഇസ്ലാം മത വിശ്വാസികളും തമ്മിലുള്ള ഇടപെടലിനെ പരിമിതപ്പെടുത്തിയില്ല. സൈന്യത്തിന്റെയും ഭരണത്തിന്റെയും നേതാക്കൾ പലപ്പോഴും ഹിന്ദുമത വിശ്വാസികളായിരുന്നു. ഈ സാംസ്കാരിക ജീവിതം നമ്മൾക്ക് പരിചയപ്പെട്ട ചില സംഗീത ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇവിടെ പേര് കണ്ടെത്താമോ? അതൊക്കെ നമുക്ക് തബല, മൃദംഗം അതൊക്കെ അറിയില്ലേ. ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ സുൽത്താൻ ഭരണം ഇന്ത്യയുടെ സാംസ്കാരിക ജീവിതത്തെ ശക്തമായി സ്വാധീനിച്ചിരുന്നു. ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലും ജനജീവിതത്തിന്റെ വിവിധ മേഖലകളിലും വ്യത്യസ്ത രീതിയിലായിരുന്നു സുൽത്താൻ ഭരണം സ്വാധീനം ചെലുത്തിയത്. മാത്രമല്ല അത് പെടുന്നതിനെ സംഭവിച്ചതുമായിരുന്നില്ല. മറിച്ച് ദീർഘനാളത്തെ പരസ്പര ബന്ധത്തിലൂടെയാണ് രണ്ട് സംസ്കാരങ്ങളുടെ സമന്വയം രൂപപ്പെട്ടത്. അതിൽ ചിലപ്പോഴൊക്കെ ഉയർച്ച താഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. സംഗീതത്തിനു പുറമെ വാസ്തുവിദ്യ, സാഹിത്യം എന്നീ രംഗങ്ങളിലും ഈ സ്വാധീനം കാണാൻ കഴിയും. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കുത്തബ് മിനാർ, തുഗ്ലക്കാബാദ് കോട്ട, ഹോസ്ഗാസ് സമുച്ചയം, ലോധി പൂന്തോട്ടം എന്നിവ വാസ്തുവിദ്യാരംഗത്തെ സംഭാവനകൾക്ക് ചില ഉദാഹരണങ്ങളാണ്. അറബി ഭാഷയിൽ ഇക്കാലത്ത് നിരവധി കൃതികൾ രചിക്കപ്പെടുകയും ഇന്ത്യയിൽ നിന്നും ചില ശാസ്ത്രഗ്രന്ഥങ്ങളും ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളും അറബി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയും ഉണ്ടായി. തുർക്കികളുടെ വരവോടെ പേർഷ്യൻ ഭാഷ ഇന്ത്യയിലേക്ക് കടന്നു വന്നു. പേർഷ്യൻ ഭാഷയിൽ മനോഹരങ്ങളായ കൃതികൾ രചിച്ച സാഹിത്യകാരനായിരുന്നു അമീർ ഖുസ്രു. ചരിത്രകാര രചനയും ഇക്കാലത്ത് ഒരു പ്രമുഖ ശാഖയായി വളർന്നു വന്നു. സിയാവുദ്ദീൻ ബറാനി സുൽത്താൻ ഭരണകാലത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ ഒരു ചരിത്രകാരനായിരുന്നു. ഉറുദു ഭാഷയും അമീർ ഖുസ്രുവും. ഡൽഹിയിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ സംസാര ഭാഷയായിരുന്നു ഹിന്ദാവിയുടെയും വിദേശ ഭാഷയായ പേർഷ്യന്റെയും സംയോജനത്തിലൂടെയാണ് ഉറുദു ഭാഷ വികാസം പ്രാപിച്ചത്. ഉറുദു ഭാഷയുടെ വികാസത്തിൽ മധ്യകാല ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രശസ്ത കവി അമീർ ഖുസ്രു പ്രധാന പങ്കുവഹിച്ചിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ചുവടെ തന്നിട്ടുള്ളത്. 2 കാരണങ്ങളാൽ ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. ഒന്നാമതായി, ഇന്ത്യ എൻ്റെ ജന്മഭൂമിയാണ്. ജന്മനാടിനെ സ്നേഹിക്കുക എന്നത് ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ ഭാഗമാണ്. രണ്ടാമതായി, ഇന്ത്യ ഒരു സുന്ദര ലോകമാണ്. ഖുറാസനേക്കാൾ സുന്ദരമാണ് ഇവിടത്തെ കാലാവസ്ഥ. വർഷം മുഴുവൻ പൂക്കളും ഹരിതാഭയും നിറഞ്ഞതാണ് ഇവിടത്തെ ഭൂപ്രകൃതി. ഗുപ്ത ഭരണത്തിന്റെ തകർച്ചശേഷം ഇന്ത്യയിൽ ഭരണപരമായി ശ്രദ്ധേയമായ ഇടപെടലുകൾ നടന്നത് ഡെക്കാണിലും തെക്കേ ഇന്ത്യയിലുമായിരുന്നു. ഇവിടങ്ങളിൽ ചെറുരാജ്യങ്ങളുടെ സ്ഥാനത്ത് വലിയ ഭരണകൂടങ്ങൾ നിലവിൽ വന്നു. പ്രാദേശിക സംസ്കാരങ്ങൾ ശക്തിപ്പെട്ടു. വ്യക്തിയാധിഷ്ഠിതമല്ലാത്ത രാജഭരണം ആവിർഭവിച്ചു. 8ാം നൂറ്റാണ്ടിൽ അറബികൾ സിന്ധ് കൈവശപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യയിലേക്ക് തുർക്കികൾ കടന്നുവരികയും ഏകദേശം 300 വർഷക്കാലം ഇന്ത്യ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിൽ കീഴിലാവുകയും ചെയ്തു. ഇക്കാലത്ത് ഏകീകൃതവും സ്ഥിരതയാർന്നതുമായ ഒരു ഭരണക്രമത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു. സാംസ്കാരിക വിനിമയത്തിന്റെയും സമന്വയത്തിന്റെയും കാലഘട്ടം കൂടിയായിരുന്നു ഇത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.